സർക്കാരിന് തീരാ തലവേദനയാവുകയാണ് കേരള പോലീസിലെ പുഴുക്കുത്തുകൾ. ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബുവിനെതിരെ ഇന്നും കണ്ടത് പരാതികളുടെ പ്രളയമാണ്. മകൾ ആത്മഹത്യ ചെയ്ത കേസ് മധു ബാബു അട്ടിമറിച്ചെന്ന് മലപ്പുറം സ്വദേശി സലീന ആരോപിക്കുന്നു. നീതിക്കായി ഇപ്പോഴും ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് സലീന. കോഴിക്കോട് മുൻ DCP ബൈജുവിനെതിരെയും ഇന്ന് പരാതി വന്നു. ഈ അടുത്ത ദിവസങ്ങളിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പുറത്തു വരുന്ന എത്രാമത്തെ പരാതിയാണിത് എന്ന് എണ്ണിത്തിട്ടപ്പെടുത്താൻ കൂടിയാകുന്നില്ല. തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷ സമാപനത്തിനിടെ ഗാനമേളയ്ക്കെത്തിയ യുവാക്കളെ പോലീസ് കുതിരെ തല്ലുന്ന ദൃശ്യവും നമ്മളിന്ന് കണ്ടു. മേലുദ്യോഗസ്ഥരുടെ അനുമതിയില്ലാതെയായിരുന്നു നടപടി. പോലീസ് രാജിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് കോൺഗ്രസ്. RDX റാപ്പ് കാണാം ആദ്യം. കസ്റ്റഡി മർദ്ദനം തൊട്ട് ആത്മഹത്യാ കേസ് ഒതുക്കൽ വരെ കേരള പോലീസിനെ നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിടുകയാണ് ചില ഉദ്യോഗസ്ഥർ. ലോക്കപ്പ് മർദ്ദനത്തിലൂടെ കുപ്രസിദ്ധനായ ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബുവിനെതിരെ പരാതി പ്രളയമാണ്. ആലപ്പുഴയിലെ ഭർത്തൃ വീട്ടിൽ മകൾ ആസിയ ആത്മഹത്യ ചെയ്ത കേസിൽ മധു ബാബുവിനെതിരെ ആരോപണവുമായി മലപ്പുറം സ്വദേശി അമ്മ സലീന രംഗത്തെത്തി. വിവാഹം കഴിഞ്ഞ് 4-ാം മാസമായിരുന്നു പെൺകുട്ടിയുടെ ആത്മഹത്യ. കേസ് മധു ബാബു ഒതുക്കി തീർത്തെന്ന് സലീന ആരോപിച്ചു. നീതിക്കായി ഇപ്പോഴും ഓഫീസുകൾ കയറി ഇറങ്ങുകയാണ് ഈ അമ്മ. ആരോപണങ്ങളുടെ മലവെള്ളപ്പാച്ചിലിനിടയിലും മധു ബാബുവിനെതിരെ നടപടി വൈകുകയാണ്. ആലപ്പുഴ ഡിവൈഎസ്പിയുടെ ചുമതലയിൽ നിന്ന് നീക്കാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറായില്ല. അതിനിടെ ഓണം വാരാഘോഷം സമാപന ചടങ്ങിൽ ലാത്തി വീശിയത് പോലീസിന് തലവേദനയായി. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടായേക്കും എന്നാണ് സൂചന. പോലീസ് അതിക്രമത്തിൽ കോൺഗ്രസ് ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. UDF അധികാരത്തിലെത്തിയാൽ ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. RDX റാപ്പ് ന്യൂസ് മലയാളം. നമ്മൾ ഗുണ്ടകളാണ്, പോലീസല്ല എന്നിവർ പറയുന്നതായിട്ടാണ് നമുക്ക് തോന്നുക. ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബുവിനെതിരെ പരാതി പ്രളയമാണ് എന്ന് നമ്മൾ കണ്ടു. ആ പരാതികളേറെയും ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നിന്നാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. പൊതുപ്രവർത്തകരുടെ അടക്കം ചെവിയടിച്ചു പൊട്ടിച്ചു എന്ന പരാതിയാണ് ആവർത്തിച്ച് വരുന്നതായിട്ട് നമ്മൾ കാണുന്നത്. മകളുടെ ആത്മഹത്യാ കേസ് ഒതുക്കി തീർത്തെന്നാണ് മലപ്പുറം സ്വദേശിനി പരാതിയുമായിട്ട് വന്നത് സലീന. പോലീസ് സംഘടനയുടെ നേതാവ് കൂടിയാണ് ആരോപണ വിധേയനായ മധു ബാബു എന്ന് നമ്മൾ അറിയുന്നു. ഡിവൈഎസ്പിമാരുടെ സംഘടനയായ സീനിയർ പോലീസ് ഓഫീസേഴ്സിൻ്റെ സംസ്ഥാന ട്രഷററാണ് മധു ബാബു. ആരോപണ വിധേയനായിട്ടും ആലപ്പുഴ പോലുള്ള പ്രധാന സ്ഥലത്ത് DYSP ആയിരിക്കുന്നു എന്ന് അദ്ദേഹത്തെ എതിർക്കുന്ന ആളുകൾ ചൂണ്ടിക്കാട്ടുന്നു. മധു ബാബുവിന് ഉന്നത ബന്ധങ്ങളുണ്ട്. ഏത് മുന്നണി ഭരിച്ചാലും നിയമനം പ്രധാന സ്ഥലത്താണ് എന്നവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കോഴിക്കോട് മുൻ DCP KE ബൈജുവിനെതിരെ KSU നേതാവ് ജോയൽ രംഗത്തെത്തിയതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കരിങ്കൊടി പ്രതിഷേധം നടത്തിയതിന് DCP കഴുത്തു ഞെരിച്ച് കൊല്ലാൻ നോക്കി എന്ന് അദ്ദേഹം പറയുന്നത് ആ ചിത്രത്തിൻ്റെ തന്നെ തെളിവ് കൂടെയുണ്ട്. ശ്വാസം മുട്ടി നാവ് പുറത്തേക്ക് വന്നു, മരിച്ചു പോകുമെന്ന് താൻ കരുതിയെന്നാണ് ആ വിദ്യാർത്ഥി നേതാവ് പറഞ്ഞത്. ബലം പ്രയോഗിച്ച് DCPയുടെ കൈപിടിച്ചു മാറ്റിയത് മറ്റൊരു പോലീസുകാരനാണ്, അല്ലായിരുന്നെങ്കിൽ താൻ മരിച്ചുപോയെന്ന് എന്ന് അദ്ദേഹം പറയുന്നു. കുറ്റാരോപിതൻ ഒത്തുതീർപ്പിന് ശ്രമിച്ചു, നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് അദ്ദേഹം പറയുന്നു. കേസിൽ മനുഷ്യാവകാശ കമ്മീഷൻ മെല്ലെ പോക്കാണെന്നും ജോയൽ വിമർശിക്കുന്നുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ വേണ്ട വിധം ഇടപെടുന്നില്ല എന്ന്. തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷ സമാപനത്തിനിടെ പോലീസിന്റെ ക്രൂരത ദൃശ്യങ്ങളായിട്ട് നമ്മൾ കണ്ടു. വിനീത് ശ്രീനിവാസന്റെ ഗാനമേളയ്ക്കെത്തിയ യുവാക്കളെ ലാത്തി കൊണ്ട് വല്ലാത്ത തോതിൽ തല്ലുകയായിരുന്നു പോലീസ് എന്നത് നമ്മൾ കണ്ടു. ലാത്തി കൊണ്ടുള്ള അടി ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതി ഇല്ലാതെയായിരുന്നു എന്നുകൂടി അറിയുമ്പോഴാണ് അതിൻ്റെ ഭീകരത മനസ്സിലാവുക. പോലീസ് ലാത്തി ചാർജിൽ അന്വേഷണത്തിന് എന്തായാലും പോലീസ് നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കസ്റ്റഡി മർദ്ദനത്തെ ന്യായീകരിച്ച് പോലീസുകാരൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് വന്നു എന്നതാണ് ഇന്നത്തെ മറ്റൊരു വാർത്താ. പോസ്റ്റ് ആവനാഴി സിനിമയിൽ മമ്മൂട്ടി മോഷ്ടാവിനെ മർദ്ദിക്കുന്ന രംഗങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ളതാണ് എന്ന് നമ്മൾ കാണുന്നു. വിവാദ പോസ്റ്റ് ഇട്ടത് മറയൂർ SI മാഹിൻ സലീം എന്നയാളാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥനാണ്. മുൻപ് വിദ്യാർത്ഥിയെ മർദ്ദിച്ചതിന് സസ്പെൻഷൻ നേരിട്ട ആളാണ് ഈ മാഹിൻ എന്നുകൂടി അറിയുമ്പോഴാണ് ഇവരൊക്കെ ഇതിനകത്ത് ഇരിക്കുകയാണല്ലോ ഇപ്പോഴും എന്ന അത്ഭുതവും ഭയവും ഉണ്ടാവുന്നത്. പോലീസിനെതിരെ ആരോപണവുമായി കുന്നംകുളത്തെ BJP കൗൺസിലറും ഇന്ന് രംഗത്തെത്തിയിരുന്നു. BJP പ്രാദേശിക നേതാവിനെ പോലീസ് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു എന്നതാണ് പരാതി. 10 ലക്ഷം രൂപ കൊടുത്ത് കേസ് ഒതുക്കി തീർത്തെന്നാണ് BJP കൗൺസിലർ ബിനു പ്രസാദ് പറയുന്നത്. ആരോപണം നിലവിൽ വടക്കാഞ്ചേരി SHO ആയ ഷാജഹാനെതിരെയാണ് എന്നതും നമ്മൾ ഇന്ന് അറിഞ്ഞു വാർത്തകളിലൂടെ. ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടിക്കൊരുങ്ങുകയാണ് സർക്കാർ എന്ന വിവരം പുറത്ത് വരുന്നുണ്ട്. ആരോപണ വിധേയർക്കെതിരെ നടപടി വേഗത്തിലാക്കാൻ DGPയുടെ നിർദ്ദേശം പോയിട്ടുണ്ട് എന്നറിയുന്നു. പീച്ചിയിൽ ഹോട്ടൽ ഉടമയെ മർദ്ദിച്ച PM രതീഷിനെതിരെ ഉടൻ അച്ചടക്ക നടപടി ഉണ്ടാകും എന്ന് നമ്മൾ കാണുന്നു. കുന്നംകുളം പോലീസ് മർദ്ദനത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ തുടർ നടപടി ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് കാണുന്നത്. ആർക്കൊക്കെ നൽകാം പരാതി? പൗരൻ്റെ അടിസ്ഥാന അവകാശം പോലീസ് ലംഘിച്ചാൽ മനുഷ്യാവകാശ കമ്മീഷനെ ആർക്കും സമീപിക്കാം എന്നതാണ് നമ്മുടെ നിയമം. അഭിഭാഷകന്റെ സഹായമില്ലാതെ മനുഷ്യാവകാശ കമ്മീഷൻ നേരിട്ട് തന്നെ പരാതി നൽകാൻ വ്യവസ്ഥയുണ്ട്. ഫോണിലൂടെ പരാതി സ്വീകരിക്കും, ഇമെയിൽ വഴിയും പരാതി നൽകാനാകും എന്ന് നമ്മൾ അറിയണം.
കുട്ടികൾക്കും സ്ത്രീകൾക്കും ബാലാവകാശ വനിതാ കമ്മീഷനിൽ കൂടെ പരാതിപ്പെടാം എന്നതുകൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഹർഷൻ, ഇത് കുറേ ദിവസമായിട്ട് നടക്കുന്നതാണ്. കോൺഗ്രസ് പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ പാർട്ടി ഇന്ന് ഉത്തരവാദിത്തം നിറവേറ്റും വിധം ശക്തമായിട്ടുള്ള സമരം എല്ലായിടത്തും നടത്തി എന്നതുകൂടെ നമ്മൾ കാണുന്നു. നേരത്തെ നമ്മൾ കണ്ട ആ KSU നേതാവിനെ കഴുത്ത് പിടിച്ച് നിൽക്കുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യർ തന്നെയാണോ ഇവർ എന്ന് തോന്നിപ്പോകും. KSU നേതാവ് എന്നൊക്കെ പറഞ്ഞാൽ പ്രായത്തിൽ 20കളിൽ നിൽക്കുന്ന ചെറുപ്പക്കാരനായിട്ടുള്ള ആളാണ്. രാഷ്ട്രീയ സമരങ്ങൾ കേരളത്തിൽ പുത്തരിയല്ല, പക്ഷേ അയാളെ കൊല്ലാൻ വേണ്ടി തന്നെ ശ്രമിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരു വിദ്യാർത്ഥി നേതാവായ പത്തനംതിട്ടക്കാരനായ വിദ്യാർത്ഥി നേതാവിൻ്റെ 2 ചെവിയും SFI നേതാവിൻ്റെ 2 ചെവിയാണ് അടിച്ച് ഈ മധുബാബു പൊട്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് ആരോപണം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ സാധാരണ പല രാജ്യങ്ങളും നമ്മളിപ്പോൾ ഉദാഹരണമായി ഇത്തരം ചർച്ചകൾ ഉയരുമ്പോൾ എപ്പോഴും പറയുന്നത് പല രാജ്യങ്ങളിലും വളരെ മാന്യമായാണ് പോലീസ് പെരുമാറുന്നത്. തീർച്ചയായും പോലീസ് വളരെ മാന്യമായി തന്നെയാണ് അവിടെ പ്രാഥമിക ഘട്ടത്തിൽ പെരുമാറുക. പക്ഷേ ബലം പ്രയോഗിക്കേണ്ട ഘട്ടം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കേരളത്തിലെ പോലീസ് പ്രയോഗിക്കുന്നതിനേക്കാൾ രൂക്ഷമായി ക്രൂരമായി ചിലപ്പോൾ പ്രയോഗിക്കുന്നത് നമ്മളിപ്പോൾ അമേരിക്കയിൽ നിന്ന് നടക്കാം, അല്ലെങ്കിൽ മറ്റു പല വികസിത രാജ്യങ്ങളിൽ നോക്കുക വെടിവെച്ച് വന്നത് കണ്ടില്ലേ. കേരളത്തിലൊന്നും ഒരിക്കലും അങ്ങനെ ഒരാളൊരു കത്തിയോ വാളോ എടുത്ത് റോഡിലിറങ്ങിയെന്ന് പറഞ്ഞ് വെടിവെച്ച് കൊല്ലില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പോലീസിനെ വിമർശിക്കുന്നതിന് മുമ്പ് അതുകൂടി ആലോചിക്കണം. ആ മട്ടിൽ അല്ല, അത്ര അഗ്രസീവായി നമ്മളിപ്പം ഉദാഹരണമായി നമ്മൾ ധാരാളം പല പോലീസിനെയും എടുത്ത് പറയുന്നുണ്ടെങ്കിലും ആ പോലീസൊക്കെ ബലപ്രയോഗം വേണ്ടി വരുന്ന ഘട്ടത്തിൽ മറ്റൊരു തലത്തിലേക്ക് കടക്കുകയായിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു ന്യായീകരണത്തിന് പോലും സാധ്യതയില്ലാത്ത മട്ടിൽ ഇവിടെ പോലീസ് വെറും ഹൂളിഗൻസിനെ പോലെ തന്നെ പെരുമാറുന്നു എന്നുള്ളതിന്, അല്ലെങ്കിൽ ഒരു അമ്പലപ്പറമ്പിൽ ഒരു ഉത്സവം നടക്കുന്ന സ്ഥലത്ത് തല്ലുണ്ടാക്കാൻ പോകുന്ന ഗുണ്ടകളെ പോലെയാണ് കഴിഞ്ഞ ദിവസം ആ ഓണാഘോഷ പരിപാടിയിൽ പോലീസ് പെരുമാറിക്കേണ്ടത്. അതായത് ഇത്രയും വലിയ ചർച്ചകൾ ഇവിടെ നടക്കുകയാണ്. പോലീസിൻ്റെ ഈ ക്രൂരമായ നടപടികൾക്കെതിരെ വലിയ ചർച്ച നടക്കുന്ന ഘട്ടത്തിൽ പോലീസ് ഓണാഘോഷ പരിപാടി നടക്കുന്ന സ്ഥലത്ത് ആ തരത്തിൽ ഒരു മർദ്ദനം അഴിച്ചു വിടേണ്ട എന്ത് സാഹചര്യമാണ് അവിടെ ഉണ്ടായത്? അതായത് എല്ലായ്പ്പോഴും ആളുകൾ കൂട്ടം ചേരുമ്പോൾ ഒരു സംഘബോധമൊക്കെ ഉണ്ടാവും. വേണമെങ്കിൽ കുറച്ച്, അതായത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അത്ര അഭ്യാസം കാണിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നവർക്ക് ഒന്ന് അഭ്യാസം നടത്താനുള്ള ഒരു തോന്നലുണ്ടാവുന്നത് ഒരു സംഘബോധം ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ അതെ, ചെറുപ്പക്കാരവിടെ തുള്ളും, ആഘോഷം കാണിക്കും, പാട്ട് പാടും. അവർ ചിലപ്പോൾ എന്തെങ്കിലും 2 ചീത്ത പറയും. അവരോട് അടങ്ങിയിരിക്കാൻ പറയണം. ബലപ്രയോഗം വേണ്ടി വന്നാൽ അത് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം വേണം. ഇതിപ്പോൾ അങ്ങനെയല്ല. ഇത് ശരിക്കും ആ ഗുണ്ടകളുടെ പണി പോലീസ് എടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആ കാഴ്ചയിൽ കാണുന്നത്. ഒരുമിച്ച് ഈ പോലീസുകാരൻ ഒറ്റയ്ക്ക് പോയി അവരെ തല്ലാനുള്ള ഒരു ഇത് കാണിക്കുമോ? ഇല്ല. കാരണം ഇത് കൂട്ടം ചേർത്തിക്കാണ്. ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ട്, പോലീസ് വലിയ സേനയാണ്, ഞങ്ങളിപ്പം കൈകാര്യം ചെയ്ത് കളയും എന്നുള്ള ഒരു ബോധത്തിൽ നിന്നുകൊണ്ടാണ് ആ കാര്യം ചെയ്യുന്നത്. ഇപ്പോൾ മാഹി എന്ന് പറയുന്ന SI ഇട്ടേക്കുന്ന ഇത് കണ്ടില്ലേ, പോസ്റ്റ് കണ്ടില്ലേ? മാഹീൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടിച്ചാണ് കാര്യങ്ങൾ തെളിയിക്കേണ്ടത് എന്നുള്ളതാണ്. സത്യം പറയണമെങ്കിൽ ഇടിക്കണം എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. അതായത് എനിക്കിപ്പോൾ നമ്മൾ വളരെ ഗംഭീരമായി പോലീസിനെ നയിക്കാൻ ശ്രമിച്ചവർ, തിരുത്താൻ ശ്രമിച്ചവർ, പോലീസിനെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിച്ചവർ ഒക്കെ ആയിട്ടുള്ള പോലീസ് മേധാവികളെ തന്നെ, ജേക്കബ് പുന്നൂസിനെ പോലുള്ള പോലീസ് മേധാവികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. നല്ല ധാരണയുള്ള ആളാണ് ജേക്കബ് പുന്നൂസ്. അപ്പോൾ അതുപോലുള്ള ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ശ്രമിച്ചിട്ടും പക്ഷേ ഇവർ നന്നാകാൻ കൂട്ടാക്കില്ല എന്ന് തീരുമാനിച്ച മട്ടിലാണ് ഈ ആളുകൾ പെരുമാറുന്നത്. ഇതിനകത്ത് ഒരു കാര്യം കൂടിയുണ്ട് സനീഷ്. ഇതിപ്പോൾ സർക്കാർ ഈ കാര്യത്തിൽ മറുപടി പറയേണ്ടതാണ്, ഒരു സംശയമില്ല. കാരണം ഇത്രയധികം ആരോപണങ്ങൾ വരുമ്പോൾ ആഭ്യന്തരമന്ത്രി തന്നെ മറുപടി പറയണം. മറുപടി പറയാൻ അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഇല്ല എന്ന് തന്നെ ഞാൻ കരുതുന്നത്. കാരണം ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പോലീസുകാരെ പുറത്താക്കിയിട്ടുള്ള, പിരിച്ചുവിട്ടിട്ടുള്ള സർക്കാരാണിത്. അപ്പോൾ ആ കാര്യം അങ്ങനെ പറയാമല്ലോ. ഇപ്പോൾ ഒരു ആരോപണം ഉയരുന്നുണ്ട്, ഇത്ര 16 കസ്റ്റഡി മരണങ്ങൾ ഉണ്ടായിരിക്കുന്നു ഈ പിണറായി സർക്കാരിൻ്റെ കാലയളവിൽ എന്നുള്ള ആരോപണത്തെ അദ്ദേഹത്തിന് അതിനെ പ്രതിരോധിക്കാനെങ്കിലും അദ്ദേഹം വന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കണം, സംസാരിക്കണമെന്നാണ് ഞാൻ പറയുക. അതില്ലാതെ ഇങ്ങനെ ഈ കാര്യത്തിൽ ഇനി നിശബ്ദത മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം ആഭ്യന്തര വകുപ്പ് ആ നിലയ്ക്ക് വലിയ ആരോപണ ചുഴിയിൽപ്പെട്ടിരിക്കുന്നു. ആ കാര്യത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ മറുപടി പറഞ്ഞാൽ മതിയാകും. ആ കാര്യമേ ഞാൻ കൂട്ടിച്ചേർക്കുള്ളൂ. അതായത് മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി അദ്ദേഹം വന്നിട്ട് ഈ കാര്യത്തെ പറയണം. നമ്മൾ ഓർത്ത് നോക്കൂ, പോലീസ് ഇത്രമാത്രം കുഴപ്പങ്ങൾ കാണിക്കുമ്പോൾ ഒരിക്കൽ പോലും ശക്തമായിട്ട് ശാസിക്കുന്ന മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ടോ? ഞാനിത് ചെയ്താൽ കുഴപ്പമില്ല എന്നാണ് മാഹിനി വിചാരിക്കുന്നത്. മമ്മൂട്ടിയെ പോലെയാണ് ഞങ്ങൾ എന്ന് വിചാരിക്കുന്ന പോലീസുകാരെ നിങ്ങൾ ഇമാതിരി പണി ചെയ്യരുത് കേട്ടോ എന്ന് പറയാനുള്ള ഉത്തരവാദിത്തം അദ്ദേഹം ഇത്ര വലിയ കുഴപ്പമുണ്ടാകുമ്പോൾ പോലും നിർവഹിക്കുന്നില്ല എന്നത് വിമർശമായിട്ട് തന്നെ പറയേണ്ടതാണ്. അതിനാണ് ജനങ്ങൾ അദ്ദേഹത്തെ ആ പദവി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തേത്, ഇപ്പം ബഹുമാനപ്പെട്ട എന്ന് കൂടെ ചേർക്കണം എന്ന് പറഞ്ഞ ഇന്നൊരു ഉത്തരവിറങ്ങി. അതായത് മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുമ്പോൾ ബഹു എന്ന് കൂടെ മുന്നിൽ ചേർക്കണം എന്ന് പറഞ്ഞ ഉത്തരവിറങ്ങി. ഞാൻ വാർത്ത കണ്ടോ? ഈ ബഹുമാനം സാധാരണ മനുഷ്യനും അർഹിക്കുന്നുണ്ട്, ഈ നാട്ടിലെ സാധാരണ പൗരൻ അർഹിക്കുന്നുണ്ട്. ഒരു പോലീസ് സ്റ്റേഷനിൽ പോയാലും മറ്റും ആ ബഹുമാനം അർഹിക്കുന്നവരാണ് ഈ പൗരൻ.
ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ പോലീസിനെതിരെ വലിയ ചർച്ചയും ബഹളമൊക്കെ നടക്കുമ്പോൾ മുഖ്യമന്ത്രി വന്ന് സംസാരിക്കണം, ആഭ്യന്തരമന്ത്രി വന്ന് സംസാരിക്കണം, പോലീസുകാരോട് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് സംസാരിക്കുക എന്നുള്ളത് ബഹുജനങ്ങൾക്കുള്ള ബഹുമാനം കൊടുക്കലാണ് ഈ ബഹുജന സേവകരായിട്ടുള്ള രാഷ്ട്രീയക്കാരെന്നുകൂടെ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം അടക്കമുള്ള ആളുകൾ. മൃദുഭാവേ ദൃഢകൃത്യേ എന്നതാണ് നമ്മുടെ പോലീസിൻ്റെ ആപ്തവാക്യം. ഈ സംസ്കൃത വാചകത്തിൻ്റെ അർത്ഥം മൃദുവായ സ്വഭാവവും ദൃഢമായ പ്രവർത്തനവും എന്നാണ്. പൗരന്മാരുടെ അവകാശങ്ങൾ മാനിച്ച് സാമൂഹ്യ സുരക്ഷിതത്വം ഉറപ്പാക്കി സാമൂഹ്യ സേവകരാവുക എന്ന കടമ മറന്ന് മർദ്ദക യന്ത്രങ്ങളെന്ന് സ്വയം ധരിച്ച് വശായിരിക്കുന്നു ഒരുപറ്റം പോലീസുകാർ. സൈബർ കുറ്റകൃത്യങ്ങളിൽ രാജ്യാന്തര മാഫിയകളെ വരെ വിലങ്ങണിയിച്ചവരാണ് കേരള പോലീസ്. രാജ്യത്ത് തന്നെ എണ്ണം പറഞ്ഞ ഒന്നാം തരം പോലീസ് സേനയാണ് നമ്മുടേത്. നേട്ടങ്ങളുടെ പൊൻതൂവൽ ഏറെ ഉണ്ടെങ്കിലും ദിവസേന പൊന്തിവരുന്ന ലോക്കപ്പ് വർധന കേസുകൾ കേരള പോലീസിന് മാത്രമല്ല സമൂഹത്തിനാകെ നാണക്കേടാണ്. ഉടൻ ഇടപെട്ട് തിരുത്തേണ്ടതാണ്.